ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ എടുത്തൊരു വ്ളോഗാണ്. ഞാൻ എഴുന്നേറ്റപ്പം തൊട്ടുള്ളതാണ് കേട്ടോ. ഞാൻ ഉറക്കപ്പിച്ചെല്ലാം എഴുന്നേറ്റ് ഇങ്ങനെ ഇടുക്കിളി പോയി ഇരിക്കുകയാണ്. ഇന്നൊരു 4:30 ആയപ്പോഴത്തേക്ക് ഞാൻ എഴുന്നേറ്റുണ്ടായിരുന്നു അലാറം വെച്ചിട്ട്. എന്തെന്ന് വെച്ചാൽ കുഞ്ഞൻ ഇന്ന് ഹോസ്പിറ്റലിൽ പോകുന്ന ഡെയിലി എടുത്ത ഒരു ഡേ ഇൻ മൈ ലൈഫാണ്, എൻ്റേതാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞനൊക്കെ അങ്ങ് പോയി കഴിയുമ്പോൾ പിന്നെ ഞാനും അമ്മയൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പം ഞാനൊരു വ്ളോഗ് എടുത്തിയാണ്. അപ്പോൾ ഞാൻ 4:30ക്ക് എഴുന്നേറ്റിട്ട് വീണ്ടും വന്ന് ശാലുവിനെ പോയി ഉണർത്തിയിട്ട് വന്ന് കിടക്കുകയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇത് അവൾ പറഞ്ഞു ഞാൻ ഇനി രാവിലെ കുളിക്കാമെന്നൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു എന്നാൽ ശരി നിന്നെ 4:30 ആകുമ്പോഴത്തേക്ക് വിളിക്കാമെന്നൊക്കെ പറഞ്ഞായിരുന്നു. അങ്ങനെ അവൾ പിന്നെ എന്താ പനി ഒരു ചുമയൊക്കെ ഉണ്ടായിരുന്നു രാവിലെ, അതുകൊണ്ട് പിന്നെ അങ്ങനെ കുളിച്ചില്ല. മേല് മാത്രം കണ്ടേ കഴുകിയുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇതാ ഒരുങ്ങി ഒന്ന് റെഡി ആവുകയാണ്. അപ്പോഴത്തേക്ക് ഞാൻ പിന്നെ പോയി കുഞ്ഞനെ വിളിച്ചു. പിന്നെ ഞാൻ എൻ്റെ മുടിയൊക്കെ ഒന്ന് കെട്ടി വെക്കാമെന്ന് വെച്ചു. ഒരു മെനയില്ലാതിരിക്കുമല്ലോ, ഒരുമാതിരി ഭ്രാന്തികളെപ്പോലെ ഇങ്ങനെ ഇരിക്കുകയാണ്, മുടിയൊക്കെ ഒരുമാതിരി കിടക്കുന്നത്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഞാനൊന്നും മുടി കെട്ടാറോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇങ്ങനെ ആകെ ഒരുമാതിരി കോലം കെട്ടാണ് ഇപ്പോൾ നടക്കുന്നത്. ഫുൾ ടൈം കിടക്കുവാണല്ലോ, അതുകൊണ്ടൊക്കെ തന്നെയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ എഴുന്നേറ്റ് മുടിയൊക്കെ കെട്ടി ഇതാ അമ്മ ഇവിടെ കട്ടനിടുവാണ് അവർക്ക് വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ അവർ കുടിച്ചിട്ട് പോവാമെന്നും പറഞ്ഞിട്ട് ശാലുവിന് വിശക്കുന്നൊക്കെ പറയുമായിരുന്നു രാവിലെ എഴുന്നേറ്റതുകൊണ്ട്. പിന്നെ ഞാൻ 2 കുപ്പിയിൽ വെള്ളം എടുക്കുന്നുണ്ട്, 3 കുപ്പിയിൽ വെള്ളം എടുക്കുന്നുണ്ട്. ഒരു കുപ്പിയിൽ പച്ചവെള്ളം, അവർ പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഫുഡ് എങ്ങാനും വണ്ടിയിൽ വെച്ച് കഴിക്കുവാണെങ്കിൽ കൈ കഴുകാൻ വെള്ളം വേണമല്ലോ, അതുകൊണ്ട് ഒരു കുപ്പിയിൽ 2 കുപ്പിയിൽ കുടിക്കാനുള്ള വെള്ളവും അല്ലാത്തൊരു കുപ്പിയിൽ പച്ചവെള്ളം എടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം ഈ വലിയ കുപ്പിയിലാണ് കേട്ടോ ഒഴിച്ചത്. പക്ഷേ പിന്നീട് അമ്മ പറഞ്ഞു അതിനകത്ത് എടുക്കണ്ട, ചെറിയ കുപ്പിയിലെങ്ങാണോ ഒരു കുപ്പി എടുത്താൽ മതി, അവർക്ക് അതിനെ ബാഗിനകത്ത് വെക്കാൻ. പിന്നെ ഒരു കുപ്പിയിൽ പച്ചവെള്ളം എടുത്താൽ മതി. അങ്ങനെ ഒരു കുപ്പി അങ്ങ് മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എല്ലാം ബാഗിലൊക്കെ എടുത്ത് ചെറിയൊരു കുപ്പിക്കകത്ത് വെള്ളമാക്കി അതിനകത്ത് റെഡിയാക്കി കൊടുത്തു. അങ്ങനെ കുഞ്ഞിനും ശാലുവും ഒക്കെ ഒരുങ്ങി റെഡി ആയിട്ടുണ്ട്. നല്ല തകർത്ത മഴ നടക്കുകയാണ് കേട്ടോ പുറത്ത്, നല്ല മഴയുണ്ട്. രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ തൊട്ടേ നല്ല മഴയുണ്ട്. ഇങ്ങനെ ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്, അയ്യോ മഴയൊക്കെ ആയിട്ട് ഇവരെങ്ങനെയാണ് പോകുന്നത്, നല്ല ബുദ്ധിമുട്ടായിരിക്കുമല്ലോ റോഡൊക്കെ ഇങ്ങനെ, അതും മോശമായിട്ട് കിടക്കുകയാണ്. അതിൻ്റെ കൂടെ ഇരുട്ട് വേറെ, അതുകൊണ്ട് വെളുപ്പാങ്കാലം ആയതുകൊണ്ട് നല്ല ഇരുട്ടായിട്ട് കിടക്കുവാണല്ലോ. അങ്ങനെ പിന്നെ എന്തായാലും കുറച്ച് നേരം നോക്കി നിന്നിട്ട് പിന്നെ അങ്ങ് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു 5:30 കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. അവർ പിന്നെ ഫയലൊക്കെ ഇന്നലെ രാത്രി തന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം റെഡിയാക്കി ആക്കിയിട്ട് പോകാൻ ഇറങ്ങി. എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞ കുഞ്ഞനെ ഞാൻ ആദ്യമായിട്ടാണ് കുഞ്ഞൻ തനിച്ച് ഹോസ്പിറ്റലിൽ പോകുന്നത് ഈ ഒരു 3 വർഷത്തിനിടയ്ക്ക്. എപ്പം പോയാലും ഞാനായിരിക്കും കൂടെ പോകുന്നത്, വേറെ ആരെയും ഞാൻ അങ്ങനെ കൂടെ വിടാറില്ല, വേറെ ആരും അങ്ങനെ പോകാറുമില്ല. എപ്പോഴായാലും ഞാനാണ് പോവാറുള്ളത്. അതുകൊണ്ട് എനിക്കിന്ന് തനിച്ച് വിടുമ്പോൾ ഒരു വല്ലാത്തൊരു വിഷമവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട് കേട്ടോ. ഏതാന്ന് അവർ വന്നിട്ടല്ലേ അറിയാനും പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞ് അമ്മയടുത്ത് നിൽക്കുകയായിരുന്നു. പിന്നെ നല്ല മഴ ആയതുകൊണ്ട് പുറത്ത് നല്ല തണുപ്പുണ്ട് കേട്ടോ. ഞങ്ങൾ പിന്നെ കുറച്ച് നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് വെളിയിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. മഴ ആയിക്കഴിഞ്ഞ് ഇവിടെ നല്ല സ്മെല്ല് വരും കേട്ടോ പുറത്ത് നിൽക്കുമ്പോൾ. ഇവിടെ ഓടയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, അപ്പുറത്തോട്ട് മാറിയിട്ട് ഈ ചെളിയൊക്കെ കിടക്കുന്നതുകൊണ്ട് മഴ പെയ്യുമ്പം വെള്ളം വീഴുമ്പോഴത്തേക്ക് നല്ല സ്മെല്ല് വരും. തൊട്ടപ്പുറത്തെ പുരയിടത്ത് ഇങ്ങനെ കുറച്ച് വെള്ളം കെട്ടിയതുപോലെയൊക്കെ ഇങ്ങനെ പൊതയിലായിട്ടുള്ള സ്ഥലമാണ്, അതുകൊണ്ട് തന്നെ മഴ പെയ്യുമ്പോൾ നല്ല സ്മെല്ല് വരും. അങ്ങനെ പിന്നെ ഞങ്ങൾ അതൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വിശക്കാൻ തുടങ്ങി കേട്ടോ. ഇന്ന് രാവിലെ എഴുന്നേറ്റാണല്ലോ, അതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ അമ്മ പറഞ്ഞു പഴം ഇരിപ്പുണ്ടെടുത്ത് കഴിക്കും. പിന്നെ രാവിലെ പഴം കഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അവിടെ ഇരുന്ന് 2 കപ്പലണ്ടി കഴിച്ചു. പിന്നെ അമ്മ എനിക്ക് പാല് കാച്ചി തന്നു ബൂസ്റ്റൊക്കെ ഇട്ടിട്ട്. അങ്ങനെ ഇതാ ഒരു കുഞ്ഞൊരു കപ്പിൽ പാല് അത് കുടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാനും അമ്മയും കുറച്ച് നേരം അവിടെ കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ ഇരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ അമ്മയടുത്ത് പറഞ്ഞു നമുക്ക് പോയി കിടക്കാം അമ്മ കുറച്ച് നേരം, ഇപ്പോൾ കുറേ നേരം കൊണ്ട് ഇരിക്കുകയല്ലേ എന്നും പറഞ്ഞിട്ട് പിന്നീട് പോയിട്ട് ഞാനും അമ്മയും കൂടെ പോയി കിടന്നു. കുറച്ച് നേരം അവിടെ കിടന്നങ്ങ് മയങ്ങിപ്പോയി. അമ്മ അങ്ങ് മയങ്ങിപ്പോയായിരുന്നു. ഞാൻ പിന്നെ കുറച്ച് നേരം ഇങ്ങനെ കിടന്നെങ്കിൽ എനിക്ക് ലാസ്റ്റ് വന്നപ്പോൾ കണ്ണൊക്കെ അടഞ്ഞു വന്നപ്പോഴത്തേക്ക് പിന്നെ കുഞ്ഞൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങ് എത്തിയെന്ന് പറഞ്ഞിട്ട്. 7:30 കഴിഞ്ഞ് അവരങ്ങ് ചെന്നപ്പോഴത്തേക്ക്. അങ്ങനെ പിന്നെ ഞാൻ എഴുന്നേറ്റ് പിന്നീട് അമ്മ പിന്നെ അവിടെ തൂക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പല്ലൊക്കെ തേച്ചിട്ട് വീണ്ടും വന്ന് കിടന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് അമ്മ ഫുഡൊക്കെ റെഡിയാക്കി എടുത്തു. രാവിലത്തേക്കുള്ള പഴങ്കഞ്ഞിയാട്ടോ ഇന്ന് കുടിക്കുന്നത്. ഇന്നലത്തെ ചോറ്
അധികം ഇരിപ്പുണ്ടായിരുന്നു. ചീനിയൊക്കെ വേവിച്ചതൊക്കെ ഇരിക്കുകയല്ലായിരുന്നോ. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ വിചാരിച്ചു രാവിലെ പഴങ്കഞ്ഞി കുടിക്കാം. വേറെ അവരും ഇല്ലല്ലോ. അപ്പം അവരവിടെ പോകുന്ന വഴിക്ക് അവിടുന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പഴങ്കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചു. വേറെ കാപ്പിയായിട്ട് അങ്ങനെ ഒന്നും ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചു. ഇതുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ടല്ലോ. അങ്ങനെ ഇത് അമ്മ ഉണക്കമീൻ വറുത്തു കേട്ടോ. നമ്മൾ ഉണ്ടമുളക് കീറിയൊക്കെ ഇട്ടിട്ട് ഉണക്കമീൻ വറുക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണക്കമീനകത്ത് പിടിക്കും. അതേപോലെ മുളകിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഉണക്കമീൻ വറുത്തതും മുളക് ചമ്മന്തി ഉണ്ടായിരുന്നു, മുളക് ഉടച്ചത്. അത് കഴിഞ്ഞിട്ട് അച്ചാറൊക്കെ ഉണ്ടായിരുന്നു. മാങ്ങ അച്ചാർ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ പറഞ്ഞു കൊണ്ടുവരുത്തിയതാണ്. എനിക്ക് അച്ചാർ കഴിക്കാൻ കൊതിയാവുന്നു എന്നും പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ അത് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇന്ന് പഴങ്കഞ്ഞി അടിപൊളിയായിരുന്നു കേട്ടോ. സംഭവം കിടു ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പഴങ്കഞ്ഞി. അങ്ങനെ പിന്നെ പഴങ്കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് ഞാൻ മുറ്റത്തോട്ട് നിന്ന് ഇറങ്ങിയതാണ്. കുറച്ച് ദിവസമായി ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട്. നമ്മുടെ പാവലും പയറൊക്കെ നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ ചെറുതായിട്ടൊന്ന് ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ സൈഡിൽ നിൽക്കുന്ന പാവൽ 3-4 കിളിച്ച് ഞാൻ ആ ഒരു കമ്പിനകത്തോട്ട് ഇങ്ങനെ കയറ്റി ഇടുന്നുണ്ട്. അപ്പോൾ ബെഡ് റെസ്റ്റ് പറഞ്ഞിട്ടും എന്താ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ ഒരു സമയത്തൊന്നും എനിക്ക് ബെഡ് റെസ്റ്റിൻ്റെ കാര്യം അറിയത്തില്ല. വൈകായിക ഉണ്ടെങ്കിലും റെസ്റ്റ് എടുക്കുകയേ ചെയ്യുന്നുള്ളൂ. ബെഡ് റെസ്റ്റായിട്ട് എടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞില്ലായിരുന്നു. പിന്നീടായപ്പോഴാണ് എനിക്ക് ബുദ്ധിമുട്ട് കൂടാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോഴത്തേക്ക് പിന്നെ ഡോക്ടറുടെ അടുത്ത് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഫുള്ള് ബെഡ് റെസ്റ്റ് ആയിട്ട് തന്നെ എടുത്തോളാൻ പറഞ്ഞത്. അങ്ങനെ പിന്നെ അവിടെയൊക്കെ നോക്കി അമ്മ അവിയലിനൊക്കെ ഉള്ളതെല്ലാം റെഡിയാക്കി വെച്ചു കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്കുള്ള ഭാഗങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ. പിന്നെ തേങ്ങ വെള്ളം തന്നിട്ടുണ്ടായിരുന്നു, അത് കുടിച്ചു. അത് കഴിഞ്ഞ് പിന്നെയും പോയി കിടന്നിട്ട് ഞാൻ കുളിക്കാൻ കയറിയപ്പോഴത്തേക്ക് ഒരു 12:45 1 മണിയൊക്കെ ആവാറായപ്പോഴത്തേക്ക് കുഞ്ഞനും ശാലും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുളിക്കാൻ കയറിയപ്പോഴാണ് അവർ വന്നത്. ഞാൻ ഇറങ്ങി വന്നപ്പോൾ അവരിങ്ങനെ ഡ്രസ്സൊക്കെ മാറിയിട്ട് അവിടെ നിൽക്കുന്നു. പിന്നെ കുറേ നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിന്നിട്ട് ഫുഡ് എടുത്തു. നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സമയം ആയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഇന്നലത്തെ കപ്പ ബാലൻസ് ഇരിപ്പുണ്ടായിരുന്നു. അത് ഞങ്ങൾ പിന്നെ കുറേശ്ശെ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നീട് അവിയൽ, രസം അമ്മ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൂട്ടിയാണ് കേട്ടോ ഇന്ന് ഉച്ചക്കലത്തെ ഫുഡ്. ഉണക്കമീനും ഉണ്ടായിരുന്നു. സംഭവം കിടുവായിരുന്നു കേട്ടോ. എനിക്ക് ഈ ഉണക്കമീൻ ഉണ്ടെങ്കിൽ, രസവും ഉണക്കമീനും ഉണ്ടെങ്കിൽ അത് മാത്രം മതി കേട്ടോ. വേറെ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇച്ചിരി അച്ചാറും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ സ്വർഗ്ഗമാണ്. അങ്ങനെ ഒരുപാട് ഇന്ന സാധനം വേണമെന്നും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉള്ളൂ എനിക്ക്. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ 4 പേരും കൂടെ. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ പോയി കിടന്നു. കുറച്ച് നേരം റെസ്റ്റ്. എനിക്ക് നല്ല ബുദ്ധിമുട്ടാവാൻ തുടങ്ങി. ഇന്ന് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കി എടുക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഞാൻ തോന്നുന്നു. പിന്നെ പാത്രങ്ങളൊക്കെ സംഗിയല്ലോ ശാല് കഴുകി വെച്ചു. പിന്നെ സംഗിക്ക് ജോലി കിട്ടിയോ എന്ന് കുറേ പേര് ചോദിച്ചു. അവളെ എന്താ കാണാത്തത്? അവൾക്ക് ജോലി കിട്ടിയത് ഞാൻ ഒരുപാട് വീഡിയോസിനത് ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2-3 വട്ടം ലൈവിൽ വന്നപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്ക് ജോലി കിട്ടി. അവൾക്ക് ബാംഗ്ലൂരാണ് കേട്ടോ. അതുകൊണ്ടാണ് അവളെ കാണാത്തത്. ഇപ്പം നാട്ടിലില്ല. വരുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നീട് ഞങ്ങൾ കിടന്നു. കുറച്ച് നേരം കിടന്നതിന് ശേഷം പിന്നീട് ഞങ്ങൾ പുറത്തോട്ട് 1-2 ആവശ്യത്തിന് ഹോസ്പിറ്റലിൽ പോകാനൊക്കെ ഇറങ്ങിയതാണ്. അങ്ങനെ പിന്നെ അമ്മ പോവാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് നാളെ അത്യാവശ്യമായിട്ട് ചെല്ലേണ്ട ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് പിന്നെ അമ്മ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പോകുന്ന വഴിക്ക് അമ്മയെ ബസ് സ്റ്റോപ്പിൽ ഇറക്കി വിട്ടിട്ട് ഞങ്ങൾ പിന്നെ നേരെ നമുക്ക് 1-2 കാര്യങ്ങൾക്കും കൂടെ ആവശ്യത്തിന് വേണ്ടി പോയിട്ട് നേരെ ഹോസ്പിറ്റലിൽ പോയി. ഞാൻ ഹോസ്പിറ്റലിൽ ഉള്ള വീഡിയോസൊന്നും അങ്ങനെ എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഇറക്കിയിട്ട് അമ്മയും കൊണ്ട് അവിടെ ആക്കിയിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ച് വന്നപ്പോഴാണ് അറിയുന്നത്, ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് അറിയുന്നത് എനിക്കിനി ബെഡ് റെസ്റ്റ് ആണ്. ബെഡിൽ നിന്ന് എഴുന്നേക്കേ വേണ്ട, അങ്ങനെ കിടന്നു. അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഇതിന് മുന്നേ നമ്മളിപ്പം ബെഡ് റെസ്റ്റ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു എത്ര മാസമായി എടുത്തതിന് ശേഷം, ഈ ഒരു ബാക്ക് പെയിൻ വന്നതിന് ശേഷം ഇങ്ങനെ എടുത്തുകൊണ്ടേ ഇരിക്കുകയാണല്ലോ. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇങ്ങനെ എന്താ പറയുക, എന്തെങ്കിലും ചെയ്യുമ്പോഴേക്ക് ബാക്ക് പെയിനൊക്കെ കൂടിയിട്ട് പിന്നെയും ബെഡ് റെസ്റ്റ് എടുക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു 3-4 തവണ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ബെഡ് റെസ്റ്റ് ഞാൻ എടുത്ത് കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു ഓർമ്മയിൽ. അപ്പം വീണ്ടും അടുത്ത ബെഡ് റെസ്റ്റും പറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് ദിവസം ഇങ്ങനെ എന്തായാലും കിടക്കാൻ ഭയങ്കര ബോറടിയാണ് കേട്ടോ. മെയിനായിട്ട് എനിക്കിങ്ങനെ ഓടിച്ചാടി നടന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തില്ലെങ്കിൽ എനിക്കൊരു വല്ലാത്തൊരു മുഷിച്ചിലാണ്. അങ്ങനെ പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് സൂപ്പർ മാർക്കറ്റിൽ കയറി. ഞാൻ ഇറങ്ങിയില്ല കേട്ടോ. കുഞ്ഞിനും ശാലുവും കൂടെ പോയിട്ടാണ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നത്. പാലൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. നമ്മൾ പാല് മേടിക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് ക്വാണ്ടിറ്റി മേടിക്കും. ഒരു 4-5 കവർ വെച്ച് മേടിക്കും കേട്ടോ. അതാകുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ എപ്പോഴും വാങ്ങിക്കാൻ പോകണ്ടല്ലോ. നമുക്ക് ഇവിടുന്ന് മാർക്കറ്റിൽ പോകണമെങ്കിൽ അധികം ദൂരം പോകണമല്ലോ. അങ്ങനെ അതൊക്കെ മേടിച്ച് കൊണ്ടുവന്നു. പിന്നെ അതൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ പോയി കിടന്നു. ഇനി കട്ടിലിൽ നിന്ന് എഴുന്നേക്കേ വേണ്ടാന്നായിരുന്നു അനിയത്തിയും ചേട്ടൻ്റെയും പിന്നെ പറച്ചില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ എഴുന്നേറ്റില്ല. അതുകൊണ്ട് രാത്രിയിലെ ഫുഡൊക്കെ കുക്കിംഗ്
ആദ്യമൊക്കെ ശാലുവും ചേട്ടനും കൂടെയൊക്കെ ആയിരുന്നു. അങ്ങനെ പിന്നെ ഇതാ അവർ ബ്രെഡിനകത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം ചീസ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ വെച്ചിട്ടൊന്ന് ചൂടാക്കി ആക്കിയെടുത്തു. പാലും കാച്ചി, പിന്നെ നമുക്ക് ഏത്തക്ക ഇരിപ്പുണ്ടായിരുന്നു, അതും കൂടെ കഴിക്കാമെന്നും പറഞ്ഞിട്ട് ഇന്ന് അതൊക്കെയാണ് കേട്ടോ നമ്മൾ കഴിക്കുന്നത്. സംഭവം ചീസ് വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണല്ലോ. ഒരു മുട്ടയും കൂടെ വറുത്ത് വെക്കണമായിരുന്നു. ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, കുഴപ്പമില്ല, പാവങ്ങളല്ലേ, വെറുതെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് വിചാരിച്ചിട്ട്. കുഞ്ഞനും തീരെ വയ്യായിരുന്നു, ഇന്ന് ഹോസ്പിറ്റലൊക്കെ പോയിട്ട് വന്നതല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ വേണ്ടാന്ന് പറഞ്ഞു. ഞങ്ങൾ പിന്നെ 3 പേരും കൂടെ ഇരുന്ന് ഇന്നത്തെ നൈറ്റ് ഞങ്ങൾ ഇന്ന് അതായിരുന്നു കഴിച്ചേ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ബർത്ത്ഡേ വിഷസൊക്കെ അറിയിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് പേരുടെ പേര് ഈ ഒരു വീഡിയോയിൽ പറയാം കേട്ടോ. ശിവസൂര്യയുടെ ബർത്ത്ഡേ നവംബർ 21-നായിരുന്നു. അതുപോലെ തന്നെ ഫാത്തിമയുടെ ബർത്ത്ഡേ നവംബർ 22-നും, പൊന്നൂസിൻ്റെ ബർത്ത്ഡേ നവംബർ 22-നും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കീർത്തി അരുണിൻ്റെ മകളായ നിവേദിയുടെ ബർത്ത്ഡേ നവംബർ 23-നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫാമിലിയുടെയും ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ. ഒരുപാട് നാളിങ്ങനെ സന്തോഷം സമാധാനമായിട്ട് ദീർഘായുസ് നൽകി നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് ഞാൻ കിടന്നിട്ടാണ് കേട്ടോ, അതുകൊണ്ട് അതിൻ്റേതായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കണം. ഇപ്പോൾ ഫുൾ ടൈം കിടപ്പാണല്ലോ, പിന്നെ ഫുഡ് കഴിക്കാനും ബാത്റൂമിൽ പോകാനും ഒക്കെ മാത്രമേ ഞാൻ എഴുന്നേക്കാറുള്ളൂ, എന്തെങ്കിലും ഒന്ന് കുളിക്കാനും എടുക്കാനും ഒക്കെ. അല്ലാതെ എല്ലാം ഫുൾ ടൈം കിടക്കുക തന്നെ ചെയ്യുകയാണ്. എഴുന്നേറ്റ് നടന്ന് ഇനിയും വയ്യായിക എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചാൽ നിനക്കിട്ട് കിട്ടുമെന്ന് കുഞ്ഞൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പം മാക്സിമം കിടക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ.